ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ. വേരഞ്ചുള്ളിക്കൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അരുണിമ എന്ന ട്രാവലർ വ്ളോഗർ, അവരുടെ ഒരു ഇഷ്യൂ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് യു എസിൽ വെച്ചുണ്ടായ ഒരു അനുഭവം, അവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന പറഞ്ഞ ഫാമിലി അവരെ പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട് അവർ ആദ്യം വീഡിയോ ചെയ്യുന്നത്, പിന്നീട് അവരിറക്കി വിട്ടതല്ല, സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി പോകുന്നതാണ് എന്ന രീതിയിൽ ആ വീടിനെ ഇവരെ ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച ജോർജ് ലോനപ്പൻ എന്ന വ്യക്തി ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അതേപോലെ വീഡിയോസൊക്കെ പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം ഈ വിഷയത്തിൽ അരുണിമ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു റിയാക്ഷൻ ബ്ലോഗറുമായിട്ട് അരുണിമ നടത്തിയ സംഭാഷണം, അത് റിയാക്ഷൻ ബ്ലോഗ് ചെയ്ത ആൾ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിലെ ചാറ്റും വോയിസുകളും അടക്കമുള്ള കാര്യങ്ങൾ, ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് നമ്മൾ റിയാക്ഷനിൽ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം നേരെ പോസ്റ്റ് വായിച്ചു നോക്കാം. ഇതിലെ ചാറ്റിൽ ആദ്യത്തെ ഭാഗം പറയുന്നത്, ബ്രോ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ നിൽക്കുമോ? ഞാൻ പറയുന്നുണ്ട്, ലേശം ഉളുപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ സ്റ്റേ ചെയ്യില്ല എന്ന്. എന്തിനാ ബ്രോ ഹെയ്റ്റ് സ്പീച്ച് ചെയ്യുന്നത്? അപ്പം എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാരൻ റിയാക്ട് ചെയ്തോട് ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. അതിനാണ് ഈ അരുൺമി ബ്ലോഗറെ കോൺടാക്ട് ചെയ്യും സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ തന്നെ ചോദ്യം ഇതാണ്, ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുമായിരുന്നു? അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം അറിയാൻ പാടില്ലെങ്കിൽ അത് ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇവർ ന്യൂജേഴ്സിലെത്തിയ സമയത്ത് ഇവരെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ജോർജ് ലോനപ്പൻ എന്ന വ്യക്തി ഓഫർ കൊടുക്കുന്നു. അത് ഹോസ്റ്റ് ചെയ്ത് ഇവരെ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയെന്നാണ് പിന്നീടുള്ള വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. അത് ഇവരെങ്ങും പറയുന്നില്ല, പക്ഷേ വീട്ടിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അവിടെ നിന്നും പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞ മലയാളി കുടുംബം വന്നില്ല. അതേ തുടർന്ന് ഇവർ തിരിച്ച് വീണ്ടും ഈ വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് അവിടെയുള്ള വ്യക്തികൾ പറഞ്ഞതായിട്ട് പറയുന്നത്, ജോർജ് പറയുന്നത്, ഈ സംഭവം നടക്കുന്ന ശനിയാഴ്ചയാണ്. തിങ്കളാഴ്ച ഈ ജോർജിന്റെ കൊച്ചുമക്കളുടെ സുഹൃത്തുക്കൾ വരും. അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച പുതിയൊരു താമസ സ്ഥലം കണ്ടുപിടിക്കണം, തിങ്കളാഴ്ച മാറിത്തരണം എന്ന രീതിയിൽ ഇവരോട് സംസാരിച്ചു. പക്ഷെ അത് കേൾക്കാതെ ഇവർ ഇറങ്ങിപ്പോയെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വീഡിയോയിലും കാണുന്നത് അവരവരുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് പറയുന്നത്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഏത് രീതിയിൽ ഇവരോട് സംസാരിച്ചെന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ അവരുടെ അടുത്ത് വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് സംസാരിച്ചു, ഞങ്ങളെ കൊണ്ട് നിങ്ങൾ ഹോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, വേറെ വീട് നോക്കൂ, വേണമെങ്കിൽ ഒരു ദിവസം നിന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായാലും അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ആ രീതിയിലാണോ സംസാരിച്ചത് നമുക്കറിയില്ല. പക്ഷേ ഇത് കേട്ടാൽ മനസ്സിലാവുന്ന അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ്. ഉണ്ടായി എന്ന് ഞാൻ പറയുന്നില്ല. അതിന് മുന്നേ ഉള്ളതൊന്നും വീഡിയോസിലില്ല, അതിന് മുന്നേ ഉള്ളതും വീഡിയോ ക്ലിപ്സിലില്ല. ശരിയാണ്, അതിന് മുന്നേ ഉള്ളതൊന്നുമില്ല. കൊച്ചുമോള് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എന്നറിയാമല്ലോ, നമുക്ക് ആർക്കും അറിയില്ല കേട്ടോ. എങ്ങനെയാണെന്ന് ഇവരിത് പറയാതെ നമുക്കറിയില്ല. കൊച്ചുമോൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് പറയുന്നത് ഇവരോട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു അപ്പച്ചൻ്റെ അടുത്ത്, ഒരു അപ്പച്ചാന്ന് വിളിക്കുന്നത് അപ്പാപ്പനായിരിക്കും, അപ്പച്ചൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അപ്പച്ച നിങ്ങളിങ്ങനെ സംസാരിച്ച് കുളമാക്കാൻ നിൽക്കരുത് എന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾക്ക് കൊച്ചുമോൾ എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടാണോ സംസാരിക്കുന്നത്, അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നിങ്ങളോട് ഇന്ന് പോകണമെന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ നാളെ തന്നെ പോകണമെന്നല്ല പറഞ്ഞത്, നമ്മൾക്ക് നാളെ വേറൊരു അക്കോമഡേഷൻ കണ്ടെത്തണമെന്നാണ് പറഞ്ഞത്. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഏത് രീതിയിൽ സംസാരിച്ചെന്ന് അറിയാത്തതുകൊണ്ടും ആ ഭാഗം ക്ലിയർ അല്ലാത്തൊരു സംഭവമാണ് നമ്മൾ അവിടെ വിടുകയാണ്. ഇനി ഇവിടെ കുറച്ച് ആഴത്തേക്ക് നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നു. ആലോചിച്ച് നോക്കൂ, നൈറ്റ് 12-ന് അവിടെ നിന്ന് തണുപ്പാണ്, ഇറങ്ങിപ്പോയി വീഡിയോ ചെയ്യാൻ എനിക്ക് വട്ടുണ്ടോ? അതും കരഞ്ഞുകൊണ്ട്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഒരുപക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യം തോന്നിയത് എന്താ, ഇവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നില്ല, അല്ലെങ്കിൽ പാതിരാത്രി പുറത്താക്കിയെന്നാണ്. പാതിരാത്രി പുറത്താക്കിയതല്ല എന്നുള്ളൊരു സത്യം അവിടെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇവർ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങിപ്പോയതാണ്. ഞാൻ ഓൾറെഡി പുറത്ത് ഇറങ്ങിയതിന് ശേഷം അവർ വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. ഇവർ ഇറങ്ങിയ സമയത്ത് ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തി, എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കമൻറ്റ് 1-2 വ്യക്തികൾ പറഞ്ഞിരുന്നു, ജോർജ് പറയുന്നത് സത്യമാണ്. അയാൾ ഉറങ്ങിയ സമയത്താണ് ഇവർ ഇറങ്ങിയത്. പിന്നീട് ഇയാൾ ഇവിടെ യാത്ര പറയാൻ വേണ്ടി തിരിച്ചു കയറിച്ചു വന്നു. ഇപ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നു. കാരണം ഇവർ പുറത്തിറങ്ങിയ ശേഷം വീണ്ടും ചെന്നതിന് ശേഷമാണ് ആ വീഡിയോ എടുത്തിരിക്കുന്നത്. വീണ്ടും യാത്ര പറയാൻ ചെന്നു. ആ സമയത്താണ് ഇയാൾ കാര്യം പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ജോർജ് കള്ളം പറയുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞു, അത് ശരിയല്ല, അതെൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാണ്. എനിക്ക് അല്ലെങ്കിൽ ഞാൻ ആ സംഭവം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കരുതിയത് അവർ ഇറങ്ങിയപ്പെടുത്ത വീഡിയോ ആണെന്നാണ്. അങ്ങനെയല്ല, ഇപ്പം ഇറങ്ങി ഈ വീഡിയോ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും ചെന്നിട്ട് യാത്ര പറയാൻ ചെന്ന സമയത്താണ് ജോർജ് സംസാരിക്കുന്നത്. അപ്പോൾ അയാൾ ഉറങ്ങിപ്പോയ സമയത്താണ് ഇവർ ഇറങ്ങിയത് എന്നുള്ള കാര്യം, അത് പറയാതെ ഇറങ്ങിപ്പോയത് മോശമായി എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നത് ശരിയാണ്. പിന്നീട് എന്നിട്ട് ഇവർ സംസാരിച്ചിരിക്കുന്നത് അതിന് മുന്നേയുള്ള ഒന്നുമില്ല. ശരി, അതിന് മുന്നേയുള്ള ഒന്നുമില്ല, അതിന് മുന്നേയുള്ള കാര്യം ഇവർ പറയുന്നില്ല കേട്ടോ. ഇപ്പം അരുണിമ സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്ന ഇദ്ദേഹത്തോട് സംസാരിക്കും. ഇപ്പം ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ചെയ്യേണ്ടിരുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ എന്താണ് അതിനു മുമ്പ് സംസാരിച്ചത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഉണ്ടായ അവേർഡ് ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള കാര്യം പറയേണ്ടതായിരുന്നു. ആ കാര്യം പറയാതെയാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അരുണും ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ടും ശരിയല്ല പറയുന്നതെന്നാണ്. ചിലതൊക്കെ ആ കുട്ടികളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും. ചിലപ്പോൾ സംസാരിച്ച രീതിയിലായിരിക്കും ഇവർ പെട്ടെന്ന് ഇറങ്ങിപ്പോൾ, ഇതിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ. അതിനുശേഷം പിന്നീട് അവർ പറയുന്ന ഭാഗത്തുണ്ട്, സൗമ്യമായിട്ടല്ല ഇവരോട് പറഞ്ഞതെന്ന്.
അപ്പോൾ അവിടെ ഒരു ശരിയേട് ഞാൻ ഈ കുട്ടികളുടെ ഭാഗത്ത് കാണുന്നു. കാരണം ഈ കുട്ടികൾ ചിലപ്പോൾ പറഞ്ഞിരിക്കുന്ന രീതി, ആ രീതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാന്യമായ രീതിയിലാണോ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആണോ പറഞ്ഞിരിക്കുന്നത്? പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ആ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഒരു പ്ലാനുള്ള സമയത്ത് വേറൊരു വ്യക്തി ഈ വീട്ടിലേക്ക് വരുന്നു. പ്രൈവസിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ നമ്മളിപ്പോൾ പുറത്തൊക്കെ താമസമുള്ളവർക്ക് അത് വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ പ്രൈവസിയിലേക്ക് കയറി വരുന്നൊരു സംഭവം. ഇപ്പോൾ ഒന്നാലോചിച്ചു, നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടില്, നമ്മുടെ നാട്ടിലൊക്കെ അവിടെ ബഹളം നടക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര ശബ്ദത്തിൽ അവർ സംസാരിക്കുന്നു. ഇതൊന്നും നമ്മളുടെ നാട്ടിൽ പോയി ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതേസമയം തന്നെ US അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷൗട്ട് ചെയ്യുന്നത് അപ്പുറത്തുള്ളവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവർ നേരെ പോലീസിനെ വിളിച്ചു പറയും. അവരവരുടെ പ്രൈവസി അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്പേസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലത്ത് ആ ഒരു കൾച്ചർ വളർന്നു വന്ന കുട്ടികളാണ്. അപ്പോൾ രണ്ടാമത് ഇവർ അങ്ങോട്ട് തിരിച്ച് ചെല്ലുമ്പോൾ ഒന്നാമത് ആ പെൺകുട്ടി ഒന്ന് വിളിച്ച് അന്വേഷിക്കണമായിരുന്നു അവിടെ നിൽക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതൊന്ന് അന്വേഷിച്ചിട്ടാണോ പോയത് എന്നുള്ള കാര്യം നമുക്കറിയില്ല, ഇവർ പറഞ്ഞിട്ടുമില്ല. അവിടെ ചെന്നതിന് ശേഷം അവർക്ക് ഈ കാര്യം മനസ്സിലായ സ്ഥിതിക്ക് ഇവർ എടുത്തോ പിടിച്ചെന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ ജോർജിനോട് അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വേറൊരു സ്ഥലം കണ്ടുപിടിക്കേണ്ടി വരും. ആ സമയത്ത് എന്തായാലും അവർ പറയുന്നുണ്ട് ഇന്ന് രാത്രി ഇറങ്ങി പോകേണ്ടതെന്ന്. ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത് എനിക്ക് അത്ര ഒരു ശരിയായിട്ട് ഇപ്പോഴും തോന്നുന്നില്ല. മാത്രമല്ല ഇവർ ഇറക്കി വിട്ടു എന്ന രീതിയിലാണ് സംസാരിച്ചതും. അതൊട്ടും ശരിയായ ഒരു കാര്യമല്ല അരുണിമ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ സംസാരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ബെറ്റർ സൊല്യൂഷൻ അവിടെ ഉണ്ടായി. ഇതിപ്പോൾ പെട്ടെന്നൊരു പൊട്ടിത്തെറിയിൽ എടുത്തൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, ഈഗോ ഹേർട്ടാവും, നമുക്ക് നാണക്കേട് തോന്നും എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ അപ്പോഴും അവിടെ നിങ്ങളെ ഹോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ വ്യക്തിയോട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ ഇറങ്ങിയിട്ട് നിങ്ങൾ പുറത്താക്കിയെന്നല്ല, പുറത്തിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറെ കൂടി സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചേനെ. ഇനി ഇവർ പറയുന്ന ചില കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. പണ്ടേ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. മല്ലു ട്രാവലറും സുജിത് ഭക്തനും തമ്മിൽ ഒരു ഇഷ്യൂ ആയിട്ട് അന്ന് എല്ലാവരും മല്ലു ട്രാവലിനെ സപ്പോർട്ട് ചെയ്തു, സുജിത് ഭക്തനെ എടുത്ത് താഴത്തേക്ക് ഇട്ടു. അത് കഴിഞ്ഞ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ പല വിഷയങ്ങളിലും മല്ലു ട്രാവലിനെ എടുത്ത് താഴത്തേക്ക് ഇട്ടു, സുജിത് ഭക്തനെ എടുത്ത് പൊക്കി. മനസ്സിലായോ? ഇത് ഞാൻ മാത്രം അനുഭവിക്കുന്നല്ല ഈ സൈബർ ബുള്ളിങ്. എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും ഇത് അനുഭവിക്കുന്നുണ്ട്. ആരുടെ ഭാഗത്താണോ ശരി തെറ്റ് എന്നുള്ളത് അത് ആർക്കും മനസ്സിലാവില്ല. ഇപ്പൊ സുജിത് ഭക്തനെ അന്ന് മോശം പറഞ്ഞവർ ഇന്ന് നല്ലത് പറയുന്നു, അന്ന് മല്ലു ട്രാവലറെ സപ്പോർട്ട് ചെയ്തവർ ഇന്ന് മോശം പറയുന്നു. മനസ്സിലായോ? ലൈഫിൽ ആളുകൾ ഇങ്ങനെയാണ്. നെഗറ്റീവ് എന്ത് കാണുന്നു അതിനെയാണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ബ്രോ മനസ്സിലായി വീഡിയോ ചെയ്യുന്നത്, ബ്രോന്റെ വീഡിയോസ് ഒക്കെ അങ്ങനെ ആളുകളെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ എന്റെ യാത്രകൾ ചെയ്യുന്നത് എനിക്ക് റീച്ചിന് വേണ്ടിയിട്ടല്ല. ഞാൻ എന്റെ യാത്രകൾ ഞാൻ പല സമയത്തും ഞാൻ ഇന്നവിടെ യാത്ര ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ആഗ്രഹത്തിന് വേണ്ടി ലോകം കാണണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി യാത്ര ചെയ്യുന്ന ഒരാളാണ്. മറ്റുള്ളവർ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എത്രയൊക്കെ താഴ്ത്തി അടിക്കാൻ നോക്കിയാലും ഞാൻ ഈ ലോകം മൊത്തം കണ്ടിട്ടേ മരിച്ചുള്ളൂ. മനസ്സിലായോ? അത് മാത്രം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിറങ്ങിയ ഒരാളാണ്. ഇനി എത്രത്തോളം എന്നെ താഴ്ത്താനും തളർത്താനും നോക്കിയാലും ഞാൻ തളരില്ല. മനസ്സിലായല്ലോ? എനിക്ക് അത്രേ പറയുള്ളൂ. ഞാൻ എന്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്റെ ലൈഫിൽ അങ്ങനെ ഞാനൊരു ഡിസിഷൻ എടുത്തിട്ട് ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. മനസ്സിലായോ? ഞാൻ എന്താ പറയാ, ഞാൻ ഏവിയേഷൻ കഴിഞ്ഞ അപ്പോൾ പഠിത്തം കഴിഞ്ഞ് ഒരു ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ ഞാൻ യാത്ര ചെയ്ത് തുടങ്ങിയ ഒരാളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ മറ്റുള്ളവരെ കണ്ടിട്ടോ അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അത് ഞാൻ എന്റെ പൈസ ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇൻകൊന്നുമില്ല. നിങ്ങൾക്ക് ഓരോ സൈറ്റിൽ നോക്കി അറിയാം എനിക്ക് എന്തോരം ഇൻകം കിട്ടുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇത്രയും ഫ്ലൈറ്റ് എടുത്ത് വിസ എടുത്ത് അങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് തിങ്ക് ബ്രോ. ഓക്കെ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇതിനെ റിയാക്ട് ചെയ്യാനോ അതിനെ ഇതാക്കാനോ ഒന്നും പോകുന്നില്ല. എന്താ പറയാ, ഞാൻ അതിനെ റിയാക്ട് ചെയ്ത് അതിനൊരു വേറെ റിയാക്ഷൻ വീഡിയോ അതിൽ അർത്ഥമില്ല. പിന്നെ അവർ ഞാനും തമ്മിൽ എന്താ ഒരു മാറ്റമുള്ള എല്ലാം ഒരുപോലെയാവും. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലം തെളിയിക്കും. എന്തെങ്കിലും ഒരു ഇപ്പൊ ഈ താഴ്ത്തി എന്നെ പറയുന്ന ഇതാക്കി വെക്കുന്നതെല്ലാം ഞാൻ മറ്റേ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. പോയിക്കോ, ഒരു 3, 4, 5 വർഷം അതിനുള്ളിൽ ഈ പറഞ്ഞവർ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് പറയും. പിന്നെ വേറെ കാര്യം, ആ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും നെഗറ്റീവായി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അതിന്റെ പുറകെ പോകും. അങ്ങനെയാണ് ലൈഫ്, അങ്ങനെയാണ് സോഷ്യൽ മീഡിയ. ശരിയാണ്. കാരണം നമ്മൾക്ക് ടോപ്പിക്സ് ബേസ്ഡ് ആയിട്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഏത് ടോപ്പിക്കാണ് ആൾക്കാർ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുക. ഇനി ആൾക്കാർ സംസാരിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ആ ടോപ്പിക്ക് പ്രത്യേക താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ വിഷയം എടുത്ത് സംസാരിക്കാറുണ്ട്. നമ്മൾക്ക് ചില പോയിന്റ് ഓഫ് വ്യൂ ആ വിഷയത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ അന്നേരം അത് ആരെങ്കിലും കാണുമോ ഇല്ല എന്നുള്ള കാര്യം നോക്കാറുമില്ല. പക്ഷേ വിഷയങ്ങൾ മാറി മാറി വരും എന്നുള്ള കാര്യം ശരിയാണ്. മാത്രമല്ല എല്ലാവരും എല്ലാ കാലത്തും ഒരാൾ ഇടിച്ചു വളർത്തുകയും എല്ലാ കാലത്തും എല്ലാവരും ഉയർത്തി വെക്കുകയും ചെയ്യില്ല. നിങ്ങൾ കാണിക്കുന്നതിനകത്ത് ഉടായ്പുണ്ടെങ്കിൽ അത് ആൾക്കാർ വിമർശിക്കും. നിങ്ങൾ കാണിക്കുന്നതിൽ നല്ലതുണ്ടെങ്കിൽ ആൾക്കാർ അത് നല്ലതാണെന്ന് പറയും. അപ്പോൾ ഈ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്ന കാര്യം ആളുകൾ തീരുമാനിക്കുന്നതല്ല, അവനവൻ തീരുമാനിക്കുന്നതാണ്. നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് ആൾക്കാർ വിമർശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സുജിത് ഭക്തൻ്റെയും മല്ലു ട്രാവലിൻ്റെയൊക്കെ എക്സാമ്പിൾ ഇവിടെ എങ്ങനെയാണ് മാച്ചാണെന്ന് എനിക്കറിയില്ല. വിമർശനം വന്നതിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ വിമർശിക്കപ്പെടേണ്ട കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. അരുണിമ ചെയ്തതിനകത്ത് എല്ലാം പൂർണ്ണമായിട്ട് ശരിയുള്ള കാര്യമൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വിമർശിക്കപ്പെടും. നാളെ നിങ്ങൾ നല്ല കാര്യം ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തൊരു നല്ല കാര്യത്തിനെതിരെ മോശമായിട്ടൊരു വിമർശനം വന്നാൽ അതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കും. അങ്ങനെ സംസാരിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ റീച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾ വന്നത്. അതില്ലാന്ന് പറയരുത്. നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ ജനങ്ങൾ നൽകിയ സപ്പോർട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം. ഇപ്പം ഞാൻ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ആയാലും വേറെ ആര് സോഷ്യൽ മീഡിയ വഴി വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവർക്ക് ആ വരുമാനം ഉണ്ടാകാനുള്ള കാരണം
ആ കണ്ടന്റിന് ലഭിക്കുന്ന സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ഇല്ലാതായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കണ്ടന്റ് ആൾക്കാർ കാണാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനമൊക്കെ നിൽക്കും. അപ്പോൾ ഞാൻ ആരുടെയും സപ്പോർട്ടില്ലാതെ വന്നതാണെന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ആരുടെയും സപ്പോർട്ടില്ലാതെ വന്നതാണെന്ന് പറയുന്നത് അത്ര ശരിയല്ല. കാരണം നിങ്ങൾക്ക് ഈ വ്യൂവേഴ്സിന് ലഭിക്കുന്ന സപ്പോർട്ടാണ് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം. ശരിയാണ്, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ട്രാവൽ ചെയ്യുന്നു, നിങ്ങളൊരു ഡിസിഷൻ എടുത്ത് ലോകം മുഴുവൻ കാണാൻ ഇറങ്ങിത്തിരിച്ചു, അതൊക്കെ നല്ല കാര്യം. പക്ഷേ നിങ്ങൾ യൂട്യൂബ് ചെയ്യുന്നത് റീച്ച് കിട്ടാനല്ല എന്ന് പറയുന്നതിൽ യാതൊരു സെൻസും ഇല്ല. നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിനെ കൂടുതൽ ആളുകൾ കാണാനും കൂടുതൽ വരുമാനം ഉണ്ടാവാനാണ്. ഇപ്പം ഞാനായാലും ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. കൂടുതൽ ആളുകളിലേക്ക് എൻ്റെ വീഡിയോ എത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നത്, അല്ലാതെ ഞാനും എൻ്റെ 1-2 ഫ്രണ്ട്സും കണ്ടാൽ മതി എന്ന് പറയുന്ന വീഡിയോ ഒന്നും അല്ല ഇത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ വിഷയത്തിന് ചേരുന്ന കാര്യമേ അല്ല. ഞാൻ അടുത്തതിലോ പോകാം. വീട്ടിൽ ഞാൻ അവിടെ പോയി നിന്ന് ആ പുള്ളി എനിക്കെതിരെ ഇട്ട പോസ്റ്റാണ്. ഞാൻ റീച്ചിന് വേണ്ടി ഹാഫ് നേക്കഡായിട്ട് നടന്നത്. ഞാൻ ഒരു ട്രൈബിൻ്റെ അടുത്ത് പോയപ്പോൾ ആ ട്രൈബിനെ അനുകരിച്ച് ഞാൻ ഇട്ട വീഡിയോയിലാണ് പുള്ളി ഇങ്ങനെ പറയുന്നത്. അത് കണ്ടിട്ട് ഞാൻ ഒരു ഷോക്കായിട്ടുള്ളത് അതാണ്. അതായത് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്നെ നാണം കെടുത്തിയ പോലെ പുള്ളി ഇങ്ങനെ കാണിച്ച് അത്രയും സീനാക്കി പ്രശ്നമായിട്ട് കൊച്ചുമോളായിട്ടാണെങ്കിലും കൊച്ചുമോൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച്, അതായത് ശരിക്കും എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് ഞാൻ കോൾ ചെയ്യായിരുന്നു. അവനത് റെക്കോർഡ് ചെയ്തിരുന്ന അതിൻ്റെ തെളിവായനെ. അല്ലെങ്കിൽ ഞാൻ അപ്പോൾ ലൈവായിട്ട് വീഡിയോ എടുക്കണമായിരുന്നു. അതാണ് ഞാൻ ചെയ്യാതിരുന്ന മിസ്റ്റേക്ക്. അത് മാത്രം ഞാൻ ചെയ്യാതിരുന്ന മിസ്റ്റേക്ക്. നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതൊന്നും, നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് വിവരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാതിരുന്നതാണ്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു അയാൾ ചെയ്യുന്ന സംഭവങ്ങൾ. ഇതിനു മുമ്പ് അദ്ദേഹം ഒരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു, ഒരു ബോയ് ഫ്രണ്ടുമായിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് അനുവദിച്ച മാതാപിതാക്കളുടെ കൾച്ചറിനെ കുറിച്ച്. അത് വളരെ മോശമാണെന്ന് ആ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞു. അത് അവിടെ പറയേണ്ട ഒരു ആവശ്യമില്ല. ജോർജ് പറഞ്ഞത് തെറ്റാണ് ആ കാര്യം പറഞ്ഞത്. അതേപോലെ തന്നെ ഇവർ ട്രൈബൽസുമായിട്ട് അവരെ അനുകരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്തു, അതൊക്കെ ഒന്നും നോക്കേണ്ട കാര്യം. ഇതൊക്കെ കണ്ടിട്ടല്ലേ ജോർജ് നിങ്ങൾ ഇവരെ ഇൻവൈറ്റ് ചെയ്തത്, അല്ലേ? ഇവർ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ നേരത്തെ ട്രാവൽ ചെയ്തെന്ന് അറിയാം. പിന്നെ അവരെ ഹോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ രീതിയിൽ പ്രതികരിക്കുന്ന മോശമാണ്. ഈ രീതിയിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് ശരിയല്ല, അത് മോശമായ കാര്യം. പക്ഷേ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് അപമാനം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാകുന്ന ഹോസ്റ്റിൻ്റെ പേരിൽ അവർ നിങ്ങളുടെ വീഡിയോയുടെ ചിത്രം എടുത്ത് പുറത്തു വിട്ടു. അതേപോലെ തന്നെ പുറത്താക്കി എന്ന രീതിയിൽ ഒരു ധാരണ ജനങ്ങളുടെ ഉണ്ടാക്കി, അത് നിങ്ങൾക്കെതിരെ ആളുകൾ തിരിയാനുള്ള സാഹചര്യം ഉണ്ടാക്കി. അതിലൊക്കെ നിങ്ങളുടെ ഭാഗത്ത് ശരിയാണ്. പക്ഷേ അതേസമയം തന്നെ ഇവരുടെ കണ്ടന്റുകൾ, ഇവരിങ്ങനെയാണ് ഡ്രസ്സ് ഇടുന്നത്, ഇവരിങ്ങനെയാണ് ആളുകളുടെ പോകുന്നതെന്നൊക്കെ പറഞ്ഞിടുന്നത് മോശമായ കാര്യമാണ്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ളവരെ പറ്റി ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഒരാളെ പറ്റി എന്തോ ആയിക്കോട്ടെ, ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഒരാളെ പറ്റി അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് നെഗറ്റീവ് വരും എന്ന് ഓർത്ത് വേണം ചെയ്യാൻ. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഇടുന്നത്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എൻ്റെ യാത്രയിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളുമാണ് ഞാൻ അതിലിടുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് പഴയ വീഡിയോസിലേക്ക് പോയി നോക്കൂ, എന്തോരം വീഡിയോസ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും. പല സമയത്തും ഞാൻ പല സ്ഥലത്തും മൂടി രക്ഷപ്പെടുന്നതും, അങ്ങനെ പല രീതിയിലും മോശം അനുഭവം ഉണ്ടാവുകയും അവിടുന്ന് രക്ഷപ്പെട്ടതും, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ആരും ഇതിനെ സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് മെന്റലീസിലാക്കാനോ ഒന്നും എന്നെ ആരും വന്നിട്ടില്ല. ഇത്രയും നാളും എനിക്ക് നല്ലത് സംഭവിച്ചെങ്കിലും മോശം സംഭവിച്ചില്ല, അത് എന്റെ മാത്രം ഇതാ. ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടും ആരും എന്നെ ഒന്നും ആക്കിയിട്ടല്ല ഞാൻ എന്റെ യാത്രകൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ റീച്ചും ഇതും എനിക്ക് പൈസ വേണം ആ യാത്ര ചെയ്യാൻ. ആ പൈസ ഞാൻ എന്റെ യാത്രാ അനുഭവങ്ങൾ ഞാൻ എന്റെ വീഡിയോ ആക്കി യൂട്യൂബിൽ ഇടുന്നു, അതിൽ നിന്ന് പൈസ കിട്ടുന്നു, അത് വെച്ച് ഞാൻ ആരുടെയും അത് കള്ളാണ്ടോ അവിടെ പറയുന്നത്? ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ലോറിയിൽ എന്തോ ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനടിയിൽ വളരെ മോശമായ രീതിയിൽ ആൾക്കാർ കമൻ്റ് ഇട്ടു. അങ്ങനെ കമൻ്റ് ഇട്ട സമയത്ത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത പലരും നിങ്ങൾ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾക്കെതിരെ വിമർശനം വന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് കൂടുന്നില്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല. നിങ്ങൾ ആ പറയുന്നത് നന്ദിയേടാന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ ആ പറയുന്നത് വിവരക്കേടാണ്. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ അങ്ങോട്ട് കാടടച്ചിട്ടൊരു അഭിപ്രായം പറയുകയാണ്. ഇത് തന്നെയാണ് മറ്റേ വിഷയത്തിൽ സംഭവിച്ചത്. നിങ്ങൾ പൂർണ്ണമായിട്ടൊരു കാര്യം പറയാതെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫേവർ ഉണ്ടാക്കാൻ നോക്കി, നിങ്ങൾക്ക് സാധാപം കിട്ടാൻ നോക്കി. അത് ജോർജ് പറയുന്നത് 100% സത്യമാണ്. നിങ്ങൾ ആ കാര്യം ചെയ്തു എന്ന് ഏറ്റവും വ്യക്തമാണ്. നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പറഞ്ഞത്. പാതിരാത്രി നിങ്ങളെ വീട്ടിൽ നിന്നും പുറത്താക്കിയെന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ആളുകൾ അത്രയും ഇറിറ്റേറ്റഡ് ആയത്. അതേപോലെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മോശം സമയത്ത് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പല റിയാക്ഷൻ വീഡിയോ ചെയ്തത്. ഞാൻ അന്നേരം റിയാക്ഷൻ വീഡിയോയിൽ അത്ര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല, പക്ഷെ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പലരും നിങ്ങളുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് വിമർശിക്കുമ്പോൾ അതിനൊക്കെ ആ വിമർശിച്ചവരൊക്കെ എതിർത്ത് സംസാരിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അതൊന്നും കണ്ടില്ലെന്നടിക്കുന്നത് ശരിയല്ല. ആള് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് ഹാഫ് നേക്കഡായിട്ട് ഞാൻ ഇട്ടു എന്ന് പറയുന്നത്. ഇപ്പൊ ആള് തന്നെ ആളുടെ എന്തോ അക്കൗണ്ടിൽ പറഞ്ഞേക്കുന്നു എനിക്കെതിരെ കേസ് കൊടുത്തേക്കുവാണ്, ഇവിടെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞിട്ട് മാത്രമാണ് ആൾക്ക് മാക്സിമം കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. കേസ് കൊടുത്തേക്കുന്ന അങ്ങനെ. അപ്പൊ ആളും തന്നെ ചെയ്യുന്നത് ആ സെയിം കാര്യമില്ല അപ്പൊ ആൾ ചെയ്തേക്ക്. ഞാൻ പക്ഷേ ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ആൾക്ക് കൊടുക്കാൻ പോലും പറ്റില്ല. കാരണം ഞാൻ ആ മലയാളം വീഡിയോ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു സ്ഥലത്ത് പോലും ഒരാളെ ഞാൻ മോശമാക്കി പറയുന്നില്ല, മനസ്സിലായോ? ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ പോലും ആള് പാവമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു വട്ടം പോലും ഒരു സ്ഥലത്തും ഞാൻ ആളെ മോശമാക്കിയ രീതിയിൽ അയാൾ മോശക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി എന്നെ വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുപോയ ആള് എന്നെ പറ്റി ഇപ്പൊ ഇങ്ങനെ എഴുതിയിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ ഒരു ഇതെന്താണ്. വളരെ നോർമലായിരുന്നു. എനിക്ക് എന്താ പറയാ, എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ ആദ്യമായിട്ടല്ല ഒരാളുടെ വീട്ടിൽ പോയിട്ട് അങ്ങനെ താമസിക്കുന്നത്. അപ്പൊ എനിക്കങ്ങനെ വേറെ ഒരു മോശമായിട്ടുള്ള രീതിയിലോ അങ്ങനെയൊന്നും ഞാൻ എന്താ പറയാ കണ്ടിട്ടതായിട്ടുള്ളൂ. എനിക്കിപ്പോ ഇങ്ങനെ കാണിക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് ആളെ പറ്റി ആരുടെയും അതിനകത്ത് ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ വെറുതെ ന്യായീകരിക്കുകയാണ്.
പച്ചയ്ക്കിരുന്ന് ന്യായീകരിക്കണം. ആർക്ക് സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിൽ നിങ്ങൾ അതിനകത്ത് പച്ചയ്ക്ക് ആ വീട്ടുകാരെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചെയ്തതിൻ്റെ ഇൻറ്റൻഷൻ തന്നെ നിങ്ങളുടെ അവസ്ഥ പറയുന്നതിനേക്കാൾ കൂടുതൽ അവർക്കെതിരെ സംസാരിക്കുകയായിരുന്നു. നിങ്ങൾ ആ ഒരു എന്താ പറയുക, അതേപോലെ തന്നെ ആ വീട്ടിലെ ആൾ റെൻറ്റിന് താമസിക്കുകയാണെന്ന് അറിയില്ലായിരുന്നു, ഇതാണ് അവരുടെ കൾച്ചർ എന്ന് തോന്നുന്നു, ആ വിഷയങ്ങളൊക്കെ പറയേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു? ഒരു കാര്യം അവിടെ ഇല്ല. ശരിയാണ്, നിങ്ങൾ ആ വീഡിയോ വ്യക്തിയെക്കുറിച്ച് അയാൾ നല്ല മനുഷ്യനാണെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ സ്വയം ഇറങ്ങിപ്പോകുന്ന കാര്യത്തിന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. അതിൽ നിങ്ങളൊരു മിസ്റ്റേക്കും കാണുന്നില്ലേ? ആ കാര്യത്തിൽ ആ ഫാമിലി മൊത്തം തെറ്റിദ്ധരിപ്പിച്ച് ശരിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതേസമയം തന്നെ ഇയാൾ ചെയ്ത കാര്യം നമ്മൾ തെറ്റാണെന്ന് തന്നെ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ ആ ഒരു ട്രൈബൽ ഡാൻസോ അല്ലെങ്കിൽ അതുപോലെ അറ്റയറിൽ നിങ്ങൾ വന്നത്, അതിന് വിമർശിച്ചതൊക്കെ തെറ്റാണ്. ഇത് നിങ്ങൾ ഈ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ വീഡിയോയിലും കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ട്രാവൽ ചെയ്തപ്പോൾ ഒരു ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ പോയി എന്നുള്ളത് നിങ്ങളുടെ മാതാപിതാക്കളുടെ സംസ്കാരത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനോ നിങ്ങളുടെ സംസ്കാരത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു റീസൺ അല്ല എന്നുള്ളത്. അത് പറഞ്ഞ് ജോർജ് സംസാരിച്ച തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതേസമയം നിങ്ങൾ ആ ഫാമിലി ഇൻസൾട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് കള്ളമാണ്. ആ വീഡിയോ കണ്ട് എല്ലാവർക്കും അറിയാം നിങ്ങൾ ആ ഫാമിലിയെ ഇൻസൾട്ട് ചെയ്ത് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഈ ന്യായീകരണങ്ങളൊന്നും അങ്ങനെ പച്ചയ്ക്ക് എടുത്ത് വിഴുങ്ങാനായിട്ട് ഞങ്ങൾ അത്ര വലിയ മണ്ടന്മാരാന്ന് വിചാരിക്കരുത്. യാത്രയിൽ ആദ്യമായിട്ടല്ല ഒരു സ്ട്രേഞ്ചറുടെ മലയാളിയുടെ വീട്ടിൽ നിൽക്കുന്നത്. ഞാൻ ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ സിറ്റിയിൽ താമസിച്ചിട്ടുണ്ട്. സിറ്റിയിലല്ലാത്ത സാഹചര്യങ്ങളിൽ ഞാൻ ടെൻ്റ് അടിച്ചും പിന്നെ ആ രാജ്യത്തെ ആളുകളുടെ വീട്ടിലും താമസിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഞാനിപ്പോൾ അടുത്ത ദിവസം വേറെ രാജ്യത്തേക്ക് പോവാണ്. അവിടെ എനിക്ക് ആകെ 3 സിറ്റിയിൽ എനിക്ക് മലയാളീസ് ഉള്ളൂ അറിയുന്നത്. ആ രാജ്യം എന്തോരം വലുതാണെന്ന് അറിയോ. അവിടെ ഞാൻ ഇനിയിപ്പോൾ ടെൻ്റ് അടിച്ച് താമസിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയിരുന്നു. അവിടെ വിൻ്റർ ഓൾമോസ്റ്റ് കഴിഞ്ഞു, മനസ്സിലായോ? അപ്പോൾ ഞാൻ അവിടെ ടെൻ്റ് അടിച്ചായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ ആളുകൾ എന്താ പറയാൻ പോകുന്നത്? ആളുകൾ എല്ലാവരും ഹോട്ടലെടുത്ത് താമസിക്കാൻ പറയുന്നുണ്ട്. എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ യാത്രക്ക് എൻ്റെ ഇതിന് വേണ്ടി ഞാൻ യാത്ര ചെയ്യുന്നത് അല്ല. അത് പറഞ്ഞിട്ട് എനിക്ക് പൈസ ഇല്ലെങ്കിൽ യാത്ര ചെയ്യരുതെന്ന് പറയുന്നു. അതൊക്കെ എന്ത് വിട്ടിത്തരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ആലോചിച്ചിട്ടുള്ളൂ അത് മനസ്സിലാവുന്നില്ല. ഞാൻ ഇതുപോലെ പോയി താമസിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് എൻ്റെ ഡ്രസ്സ് അലക്കി അത് എൻ്റെ ഡ്രയറിൽ ഇട്ടിട്ട് ഞാൻ ഉണക്കിയെടുത്തു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ ഡ്രസ്സ് അലക്കിയതാണോ, അവിടെ ഞാൻ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചതിനാണോ അങ്ങനെ പറഞ്ഞ പുള്ളിക്കാരൻ? അങ്ങനെയാണെങ്കിൽ എല്ലാ മലയാളീസും അലക്കി. അപ്പോൾ ഈ വിഷയത്തിൽ ഇവർ പറയുന്നത്, ജോർജ് കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിരുന്നു ഇവരുടെ ഡ്രസ്സ് വരെ അലക്കി കൊടുത്തിരുന്നു എന്നിട്ടാണ് ഇവരിത് സംസാരിക്കുന്നതെന്ന്. അവർ പറയുന്ന അവിടെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്ത് പിന്നെ ഇവരുടെ ഡ്രയറിൽ ഉണക്കി എന്നുള്ളതാണ്. ഞാനതാ പറയുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും അതിനകത്ത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് സംസാരിക്കുന്നത്. പക്ഷെ അതൊക്കെ ഒരുമാതിരി എന്താ പറയുക, പല്ലിന് വരം പല്ല് എന്ന രീതിയിൽ സംസാരിക്കും, ടിറ്റ് ഫോർ ടാറ്റ് പറയാൻ വേണ്ടി എടുത്തതുപോലെയാണ് തോന്നിയത്. അതേസമയം ആരോടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഹോട്ടൽ സ്റ്റേയിൽ അഫോർഡ് ചെയ്യാനുള്ള സാഹചര്യമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന സാഹചര്യങ്ങളോട് ചേർന്ന് പോവുകയാണ് ചെയ്തത്. നാളെ നിങ്ങളെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ തയ്യാറാവണം. ഈ ഹോസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന ആൾക്കാർ നിങ്ങളെപ്പോലുള്ള ആളുകളെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരല്ല. അവർ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് 1-2 ദിവസം നിങ്ങളൊന്ന് താമസിക്കുന്നു, സന്തോഷത്തോടെ പോകുന്നു. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ചെയ്യാൻ മാനസികാവസ്ഥകളൊക്കെ, ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയെന്നല്ല മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. ഇപ്പം നാളെ ജോർജ് തന്നെ വേറൊരു വ്ളോഗറെ പോസ്റ്റ് ചെയ്യാനായിട്ട് അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നിങ്ങൾ ഈ ചെയ്തു വെച്ചത് നാളെ ഒരു വ്ളോഗറിന് പാരായിട്ട് വരുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ നാളെ നിങ്ങളെ ഹോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒന്ന് ചിന്തിക്കും, നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ വീഴ്ച വന്നു കഴിഞ്ഞ് നാളെ ഇനി ഇത് പരസ്യമാക്കി നാളെ ആളുകളുടെ മുമ്പ് ഞാൻ നാണം കെടേണ്ടി വരുമല്ലോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആളുകളെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞു ആരുടെ സപ്പോർട്ട് ഇല്ലാതെയാണ് ഞാനിവിടെ വന്നതെന്ന്. ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു ഇതുപോലുള്ള പല ആളുകളും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പല ആളുകൾ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഈ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പം അതൊക്കെ മറന്ന് ഈ തല മറന്ന് എണ്ണ തേക്കുന്നത് ശരിയല്ല. അതേപോലെ നിങ്ങളുടെ ഈ ട്രാവൽ വ്ളോഗിന് ലഭിക്കുന്ന സപ്പോർട്ട് അതൊക്കെ മറന്ന് സംസാരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ റെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ ആ വിഷയത്തിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സുഹൃത്ത് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കമൻറ്റ് ഞാൻ ഒന്ന് വായിക്കാം. ദർ ഇസ് നത്തിങ് റോങ് ഈവൻ ഇഫ് ദ ഫാദർ പേയ്സ് റെന്റ് ഫോർ ദ ഹൗസ് ഓഫ് ഹിസ് ഡോട്ടർ. ദാറ്റ് ഈസ് എ സൈൻ ഓഫ് സെൽഫ് റെസ്പെക്ട്. ഹി വർക്ക്സ് ആൻഡ് ഏൺ സാലറി. If the doctor pays the bill of electricity and water, it's okay for the family members to pay the rent. It is normal and accepted in this culture. Arunima has no right to interfere in their family matters. വളരെ ക്ലിയർ ആണ് അത് പറഞ്ഞിരിക്കുന്ന. ജെയിംസ് എന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത് വളരെ ക്ലിയറായ കാര്യമാണ്. ഞാൻ എത്രയോ ഫാമിലി കണ്ടിട്ടുണ്ട്, അവിടെയുള്ള അവർ പ്രായമായ പാരൻസ് ആയിരിക്കും, എന്നിരുന്നാൽ തന്നെയും വീട്ടിലെ എക്സ്പെൻസ് നോക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മൊത്തം എക്സ്പെൻസിൻ്റെ ഇന്നൊരു കാര്യം ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നവർ. ഇപ്പം എൻ്റെ ഫാദറും മമ്മിയും ഞാൻ ജനിച്ചു വളർന്ന അതേ സാഹചര്യത്തിലുള്ള വീട്ടിൽ അവരിപ്പോഴും താമസിക്കണം. അവിടെ നിന്ന് ഒരിക്കലും വരാൻ അവർക്ക് താല്പര്യമില്ല. ഇപ്പം ഞാനൊരു വീട് വെച്ച് മാറി, എന്നിരുന്നാൽ തന്നെയും അവരോട് വന്ന് നിൽക്കാൻ പറഞ്ഞ 2 ദിവസം കഴിയുമ്പോഴേക്കും അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകും. കാരണം അവരുടെ ഒരു അച്ചീവ്മെൻ്റായിട്ട് കാണുന്നത് ആ ചെറുതാണെങ്കിലും ഇപ്പോഴും അങ്ങോട്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വഴി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും അങ്ങോട്ട് അത്ര ശരിയായിട്ടില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ആ അച്ചീവ്മെൻറ്റിൽ നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു സന്തോഷം. അത് അവരുടെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കാറില്ല.
പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് അവരെൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണമെന്നുള്ളത്. അതേസമയം തന്നെ അവർക്ക് അവരുടെ ആ ഒരു അച്ചീവ്മെന്റ്, അവർ നേടിയെടുത്ത സ്ഥലമാണ്, അവർ നേടിയെടുത്ത വീടാണ്, അവിടെ താമസിക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ആ സെൽഫ് റെസ്പെക്ട് നൽകുന്ന ഒരു കാര്യത്തെ അരുണിമ മോശമായ രീതിയിലാണ് അവതരിപ്പിച്ചത് എന്നുള്ള കാര്യം ശരിയാണ്. അതേപോലെ വേറൊരു വ്യക്തിയെ സംസാരിച്ച് ഞാൻ ആ കമന്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നില്ല. റെന്റിന്റെ കാര്യം പറയുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അതിപ്പോൾ സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് കാണുന്നില്ല. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം ഏകദേശം ഈ രീതിയിൽ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. അതേപോലെ ചില ആളുകൾ ക്ലാരിഫിക്കേഷൻ വരുത്തിയിരുന്നു. ജോർജ് ഉറങ്ങിപ്പോയി എന്ന് പറയുന്നതിന്റെ സത്യമാണ്. കാരണം ഇവർ ആദ്യം ഇറങ്ങി പുറത്തു വരുന്ന സമയത്ത് ജോർജ് ഉറങ്ങിയായിരുന്നു. പിന്നീട് ഇവർ രണ്ടാമത് യാത്ര പറയാൻ ചെന്നു. ആ സമയത്താണ് ആ വീഡിയോ എടുക്കുന്നത്. ഇവർ തന്നെ പറയുന്നുണ്ട് ആ വീഡിയോ പിന്നീട് എടുത്തതാണ് എന്നുള്ളതും. ആ സമയത്താണ് ജോർജ് സംസാരിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ക്ലാരിഫിക്കേഷൻ തന്ന സുഹൃത്തുക്കൾക്ക് വളരെ നന്ദി. അപ്പോൾ ഈ വിഷയത്തിൽ എനിക്കിപ്പോഴും തോന്നുന്നത് അരുണിമ ചില കാര്യങ്ങളിൽ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പം ഈ ഒരു ഇതിൽ സംഭവം എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടുന്ന ശരിയായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇങ്ങനൊരു സംഭാഷണം ഉണ്ടായപ്പോൾ നിങ്ങളെ ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ജോർജാണ്. ജോർജോട് സംസാരിക്കുക ഇറങ്ങുന്നതിന് മുമ്പേ, ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, ഞാൻ ഇറങ്ങിയാണ് എന്നുള്ളത്. നിങ്ങൾക്ക് പുറത്തിറങ്ങി വീഡിയോ ചെയ്യാം, അതിനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. പക്ഷേ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സത്യസന്ധമായിട്ട് പറയണമായിരുന്നു, ഈ ഒരു പ്രശ്നമുണ്ടായി, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറയണമായിരുന്നു. അതിന് പകരം ആ വീട്ടുകാർ പുറത്താക്കി എന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചു. പക്ഷേ അടുത്ത ദിവസം വീഡിയോ മനസ്സിലായി നിങ്ങളോട് അവർ ഇന്ന് പോകണ്ട, അരുണിമ ഇറങ്ങിപ്പോകുന്ന ശരിയല്ല എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ മറച്ചു വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞ രീതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്തത്. മാത്രമല്ല ഈ വിഷയം ആളുകൾ സംസാരിക്കാൻ എടുത്തപ്പോഴും നിങ്ങൾക്ക് അതിനകത്ത് പറയാൻ പറ്റുന്നത്, ആ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പറയാമായിരുന്നു തിരിച്ച് എന്ന് സംസാരിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച്. അതൊക്കെ മറച്ചു വെച്ച് ആ ഒരു ഫാമിലിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിൽ സംസാരിച്ചത് ശരിയല്ല. ഇനി അവരോട് നിങ്ങൾ ആ കുട്ടികൾ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് പറയാനുള്ള ബാധ്യത ഇപ്പോഴും നിങ്ങൾക്കുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ഡെവലപ്മെന്റിൽ പ്രേക്ഷകർക്ക് തോന്നുന്നത്, അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.